രാധേ രാധേ. ചൈതന്യ മഹാപ്രഭുവിന് ഒരു ഗുരു ഉണ്ടായിരുന്നു ഒരിക്കൽ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരുവിൻ്റെ പേര് സച്ചാനന്ദൻ എന്നായിരുന്നു. ഈ സച്ചാനന്ദൻ ഒരു ദിവസം ചൈതന്യൻ്റെ ഭക്തി പരീക്ഷിക്കാനായി തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ നാവ് നീട്ടിയേ. അപ്പോൾ ചൈതന്യ മഹാപ്രഭു നാവ് നീട്ടി. അപ്പോൾ അദ്ദേഹം കയ്യിൽ നിന്ന് ഒരു പഞ്ചസാര കട്ട എടുത്ത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ നാവിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ആറ്റിലേക്കൊന്ന് പോവുകയാണ്, പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഈ പഞ്ചസാര കട്ട നിന്റെ ഈ നാക്കിൽ തന്നെ വെച്ചേക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് സച്ചാനന്ദൻ ആറ്റിലേക്ക് പോയി. ആറ്റിൽ പോയി കുളിച്ചു, തുണി കഴുകി, ജപിച്ചു. ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മുടെ നാവിൽ പഞ്ചസാര കട്ട വെച്ചാൽ 1 മിനിറ്റിനുള്ളിൽ അത് എന്ത് ചെയ്യണം? അലിഞ്ഞു പോകും. ഈ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സച്ചാനന്ദൻ തിരിച്ചു വന്നു. അപ്പോഴും ചൈതന്യ മഹാപ്രഭു വാ തുറന്ന് തന്നെ വെച്ചിരിക്കുന്നു, നാക്ക് നീട്ടി വെച്ചിരിക്കുന്നു. ആ നാക്ക് ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് ഒരു ചെറിയ വിറയലുണ്ട്. പക്ഷെ പഞ്ചസാര കട്ട അല്പം പോലും അലിയാതെ ആ നാവിൽ തന്നെ ഇരിക്കുകയാണ്. അത്ഭുതപ്പെട്ടു പോയി ഗുരുവായ സച്ചാനന്ദൻ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹിമയും ഇന്ദ്രിയ നിയന്ത്രണവും കണ്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാൽക്കൽ വീണു. കാൽക്കൽ വീണിട്ട് പറഞ്ഞു, അസാധാരണമായ മഹിമയുള്ള ആളാണ് ചൈതന്യ നീ. ഇന്നു മുതൽ ഞാൻ നിന്നെ ഗുരുവായി സ്വീകരിക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ശിഷ്യന്റെ മഹത്വം കണ്ടിട്ട് ഗുരുവായി സ്വീകരിച്ച അത്ഭുത സംഭവം, ഏക സംഭവം അങ്ങനെ ഒന്നരങ്ങേറിയത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാര്യത്തിലാണ്.